ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ഒരിക്കൽ അവിടുത്തെ പ്രിയപ്പെട്ട യജമാനൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഒരാടിനെ അറുത്തുകൊണ്ട് അതിലെ ഏറ്റവും നല്ല 2 ഭാഗങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. അന്ന് യജമാനന്റെ കൂടെ ഒരു അതിഥിയുണ്ട് വീട്ടിൽ. അങ്ങനെ മഹാനവറുകൾ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരാടിനെ അറുത്തുകൊണ്ട് ആടിന്റെ ഏറ്റവും നല്ല 2 ഭാഗങ്ങൾ എന്ന രൂപത്തിൽ ആടിന്റെ നാവും അതുപോലെ തന്നെ ആടിന്റെ ഹൃദയവും കൊണ്ടുവരികയാണ്. ഇത് കണ്ട സമയത്ത് ഒരു രോഷാകുലനായിട്ട് ആ യജമാനൻ ചോദിക്കുന്നുണ്ട്, ഇത്ര വലിയൊരു ആടിനെ അറുത്തിട്ട് ആ ആടിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും നല്ല ഭാഗമായിട്ട് നിനക്ക് കിട്ടിയത് ഈ നാവും ഈ ഹൃദയവുമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി, അതെ, അത് തന്നെയാണ് ഏറ്റവും നല്ല ഭാഗം. എന്നാൽ നീ ഒരാടിനെ കൂടി അറുത്തിട്ട് ആ ആടിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട 2 അവയവങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. രണ്ടാമതൊരു ആടിനെ അറുക്കുന്നു. ആടിന്റെ ശരീരത്തിൽ നിന്ന് വീണ്ടും മഹാനവറുകൾ കൊണ്ടുവരുന്നത് നാവും അതുപോലെ തന്നെ ഹൃദയവുമാണ്. ഇത് കണ്ട സമയത്ത് ആ യജമാനായ മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട അതിഥിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മഹാനവറുകളെ ക്രൂശിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. ഈ സമയത്ത് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നൽകിയ മറുപടി നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എഴുതി വെക്കപ്പെടേണ്ട ഒരു മറുപടിയാണ്. മഹാനവറുകൾ പറഞ്ഞത്, ലാ അഖ്ബസ മിൻഹുമാ ഇദാ അഖ്ബസ വലാ അത്യബ മിൻഹുമാ ഇദാ അത്യബ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ 2 അവയവങ്ങൾ നന്നായാൽ ആ മനുഷ്യൻ മുഴുവനായി നന്നായി. ഒരു ജീവിയുടെ ശരീരത്തിൽ ഈ 2 അവയവങ്ങൾ മോശപ്പെട്ടാൽ ആ ജീവി മൊത്തത്തിൽ മോശപ്പെട്ടു എന്നുള്ളതാണ് മഹാനവറുകൾ നൽകിയ മറുപടി. എത്രയോ നമ്മൾ മനസ്സിലേക്ക് ചിന്തിച്ചു വെക്കേണ്ട, നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് വായിക്കപ്പെടേണ്ട ഒരു ഉദ്ധരണിയാണ്, ഒരു വാചകമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും മനോഹരമായ 2 അവയവങ്ങൾ, ഏറ്റവും നല്ല 2 അവയവങ്ങൾ എന്ന് പറയുന്നത് അവന്റെ നാവാണ്, അവന്റെ ഹൃദയമാണ്. അതുപോലെ ഏറ്റവും മോശപ്പെട്ട 2 അവയവം എന്ന് പറയുന്നത് അവന്റെ നാവാണ്, അവന്റെ ഹൃദയമാണെന്ന് മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നമ്മുടെ വിജയത്തെ തീരുമാനിക്കുന്നത്, നമ്മുടെ പരാജയത്തെ തീരുമാനിക്കുന്നത് നാവാണ്. മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭവനത്തിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്പം മാംസം കൊടുക്കുകയാണ്. ഈ കാഴ്ച കണ്ട സമയത്ത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ശിഷ്യരായി ആ ഹദീസ് കേൾക്കാനിരിക്കുന്ന മനുഷ്യർ സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങളോട് പറയുന്നു, ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് കാലമായി മാംസം ഭക്ഷിച്ചിട്ട്, അതുകൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ മാംസത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമുക്കും കിട്ടുമോ എന്നും അങ്ങ് പോയി ചോദിച്ചാലും എന്ന് പറയുകയാണ്. ഈ സമയത്ത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് ഇത് ചോദിക്കാൻ വേണ്ടി പോകുന്നു. ഇത് ചോദിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇവരുടെ ഇടയിൽ ഒരു ചർച്ച നടക്കുന്നത്. നമ്മളെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരല്ലേ സെയ്ദ് ഇബ്നു സാബിത്ത്? നമ്മളെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടവരല്ലേ സെയ്ദ് ഇബ്നു സാബിത്ത്? നമ്മളെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചവരല്ലേ സെയ്ദ് ഇബ്നു സാബിത്ത്? പിന്നെന്താണ് സെയ്ദ് ഇബ്നു സാബിത്തിന് നമ്മളെക്കാളുള്ള പ്രത്യേകത? പിന്നെന്തിനു വേണ്ടിയാണ് സെയ്ദ് ഇബ്നു സാബിത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഹദീസ് പഠിക്കുന്നത്? നമുക്കും സെയ്ദ് ഇബ്നു സാബിത്തിന്റെയും ഇടയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് പഠിക്കേണ്ടത് എന്ന് അവർ ചർച്ച ചെയ്യുകയാണ്. ഈ സമയത്ത് സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അല്പം മാംസം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മോനെ സെയ്ദേ, അവർ മാംസം ഭക്ഷിച്ചിട്ടുണ്ടല്ലോ. മോനെ സെയ്ദേ, അവർ മാംസം ഭക്ഷിച്ചിട്ടുണ്ടല്ലോ. ഉടനെ തന്നെ സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങൾ തിരിച്ചു വരികയാണ്. എന്നിട്ട് ഇവരോട് പറയുകയാണ്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ മാംസം ഭക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. ഉടനെ അവർ പറയുന്നു, ഇല്ല ഇല്ല, ഇന്നാലിന്ന ദിവസം തൊട്ട് ഇത്ര ദിവസമായി ഞങ്ങൾ ഭക്ഷിച്ചിട്ട്, ഇത്ര ദിവസമായി ഞങ്ങൾ ഭക്ഷിച്ചിട്ട്. അങ്ങനെ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി ആവർത്തിക്കപ്പെടുന്നു, അല്ല, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവർ മാംസം കഴിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ വീണ്ടും തിരിച്ചു വന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ മാംസം ഭക്ഷിച്ചിട്ടില്ല നബിയെ, ഞങ്ങൾ ദിവസം
ദിവസങ്ങളായി, ആഴ്ചകളായി ഞങ്ങൾ മാംസം ഭക്ഷിച്ചിട്ട് നബിയെ, പിന്നെന്തിനാണ് അങ്ങനെ ഞങ്ങൾ മാംസം ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ച സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അല്ലയോ സ്വഹാബത്തെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ മാംസം ഭക്ഷിച്ചില്ലയോ? അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നപ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ മാംസം ഭക്ഷിച്ചില്ലയോ? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് തുപ്പി നോക്കുക, നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ആ മാംസത്തിന്റെ അവശിഷ്ടമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവർ തുപ്പി നോക്കിയ സമയത്ത് ചോരയുടെ നിറം അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് ഹദീസുകളിൽ കാണുന്നു. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം എത്ര മനോഹരമാണ്. എന്തിന്റെ വിഷയത്തിലാണെങ്കിലും തന്റെ കൂട്ടുകാരനെ, മറ്റൊരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ കുറിച്ച് നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യന്റെ മാംസം ഭക്ഷിക്കലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സ്വഭാവത്തെ പരിപൂർണമായി നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ ഇല്ലാതാക്കിക്കൂടാ, ഒരു മനുഷ്യനെ പരസ്യമായി നമ്മൾ പരിഹസിച്ചുകൂടാ, പരസ്യമായിട്ടൊരു മനുഷ്യനെതിരെ നമ്മൾ സംസാരിച്ചുകൂടാ. ആരോടെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ അയാളോട് നേരിട്ട് പോയി ഉണർത്തണം, അതും സൗമ്യമായി ഉണർത്തണം. നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഖൗലൻ ലയ്യിന, മൃദുവായി കൊണ്ട് നീ ആ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യനോട് വിഷയങ്ങൾ പറഞ്ഞു തീർക്കണം. എങ്ങാനും നിന്റെ വാക്കുകൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് പൊതുമധ്യത്തിൽ വെച്ചൊരു മനുഷ്യന് അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളറിയാതെ നമ്മുടെ റബ്ബിന്റെ മുന്നിൽ അയാൾ നമുക്കെതിരെ പരാതി പറയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രക്ഷപ്പെട്ടു പോകൂല. ഒരു മയ്യത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് പറയുന്ന വാക്കെന്താണ്? എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിൽ മായാത്ത കറകളുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപുറത്തു മാപ്പ് ചെയ്തു കൊടുക്കണേ എന്നുള്ളതാണ്. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ വിട്ടുപുറത്തു മാപ്പ് ചെയ്തു കൊടുക്കാത്തൊരു വസ്തുതയുണ്ടെങ്കിൽ അത് പടപ്പുകളോടുള്ള ബാധ്യതയാണ്. അല്ലാഹുവിനെ വേദനിപ്പിച്ചാൽ അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ പൊരുത്തപ്പെട്ടു തന്നേക്കാം. എന്നാൽ അല്ലാഹുവിന്റെ പടപ്പുകളെ വേദനിപ്പിച്ചാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു തരൂല. ആ പടപ്പ് ആരായിക്കോട്ടെ, അയാൾ അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവരാണ്, ബഹുമാനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൂടാ, ഒരാളെ കുറിച്ചും ഗൈബത്ത് പറഞ്ഞുകൂടാ. ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലോ, ഗൈബത്തും നമീമത്തും പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഉള്ളതല്ലേ, ഇതൊക്കെ പറയേണ്ടതല്ലേ, ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാകും. ചില മനുഷ്യർ 3 വിഭാഗത്തിലുള്ള ഗൈബത്തിനെ പറയുന്നിടത്ത് കാണാം. ചില മനുഷ്യർ ഗൈബത്ത് പറയും, എന്നിട്ട് അവസാനത്തിൽ പറയും, ഞാൻ ഗൈബത്ത് പറയുകയൊന്നുമല്ല കേട്ടോ, ഞാൻ കുറ്റം പറയുന്നുമല്ല കേട്ടോ, കാര്യം പറയുകയാണ് എന്ന് പറയും. അതും കുഫ്റാണ്, അത് കുഫ്റിൽപ്പെട്ടതാണെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക, നമ്മുടെ നാവിനെ പരിപൂർണമായി നമ്മൾ നിയന്ത്രിക്കുക. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, മഹ്ശറ എന്ന് പറയുന്ന വൻസഭ വല്ലാത്തൊരു ലോകമാണല്ലോ. ആ നരകം എന്ന് പറയുന്നിടത്ത് മഹ്ശറയിലെ ഏറ്റവും ഭീതിജനകമായിട്ടുള്ള നരകത്തിൽ വല്ലാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. നരകത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ജഹീമിന്റെയും ഹമീമിന്റെയും ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്ന ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മനുഷ്യര് കാരണം നരകത്തിലുള്ള മനുഷ്യർ വീണ്ടും വീണ്ടും കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓൾറെഡി അവർ നരകത്തിലിരുന്നു കൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടിലാണ്. പക്ഷെ 4 വിഭാഗം മനുഷ്യരെ പരിചയപ്പെടുത്തുകയാണ്. ആ 4 വിഭാഗം മനുഷ്യര് കാരണം നരകത്തിലുള്ള മനുഷ്യർ, അവർ നരകത്തിലിരുന്നു വീണ്ടും വീണ്ടും കുറ്റങ്ങൾ അവർക്ക് അധികരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ജഹീമിന്റെയും ഹമീമിന്റെയും ഇടയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് നിലവിളിക്കുന്നു. ഈ നിലവിളി കേട്ടുകൊണ്ട് നരകത്തിലുള്ള മനുഷ്യർ തന്നെ പറയുന്നു, ഏതാണ് ഈ മനുഷ്യർ, എന്തിനാണ് ഈ മനുഷ്യർ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത്? 4 വിഭാഗം മനുഷ്യരെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ 2 വിഭാഗം മനുഷ്യരെ കുറിച്ച് പറയട്ടെ. അതിൽ ഒരു വിഭാഗം മനുഷ്യരുടെ പ്രത്യേകത എന്താണ്? അവരുടെ വായിൽ നിന്ന് രക്തവും ചലവും ഇങ്ങനെ വരികയാണ്.
അവരുടെ വായയിൽ നിന്ന് അതേ രക്തം വരുന്നു, അവരുടെ വായയിൽ നിന്ന് ജലം വരുന്നു. ഈ സമയത്ത് അവരോട് ചോദിക്കുകയാണ്, മാകാന അമലുക, നിങ്ങൾക്ക് ഈ വലിയ ശിക്ഷ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത തെറ്റെന്താണ് മനുഷ്യരെ? മാകാന അമലുക, ഇത്ര വലിയ തെറ്റ് കിട്ടാൻ, ഇത്ര വലിയ ശിക്ഷ കിട്ടാൻ നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണ്? ആ സമയത്ത് വായയിൽ നിന്ന് രക്തവും ജലവും ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യർ പറയുകയാണ്, കുന്തു ഉൻദുറു ഇലൽ കലിമത്തിൽ ഖബീസ, ഞങ്ങൾ ഹബീസായ കലിമത്തിലേക്ക് നോക്കിപ്പോയവരാണ്. ജനങ്ങൾക്കിടയിലൂടെ നടന്ന് മോശപ്പെട്ട സംസാരങ്ങൾ ശ്രദ്ധിച്ചു പോയവരാണ്. അന്യന്റെ ന്യൂനത നോക്കി നടന്നവരാണ്. അന്യന്റെ കുറ്റങ്ങൾ നോക്കി നടന്നവരാണ്. കഴിഞ്ഞോ ഇല്ല ഫസ്തലിദു ബിഹികായതിഹാ കമാ അസ്തലിദു ബിർറഫ്സി. എന്നിട്ട് ആ കുറ്റങ്ങൾ, ആ ന്യൂനതകൾ ഞങ്ങൾ കേൾക്കുകയാണ്. അത് കേട്ടുകൊണ്ട് ഞങ്ങൾ മറ്റൊരു മനുഷ്യന്റെ ഇടയിൽ പോയിക്കൊണ്ട് പറയുകയാണ്, അതിങ്ങനെ ഹിക്കായത്ത് ചെയ്യുകയാണ്. ഈ മനുഷ്യന് ഇന്ന ന്യൂനതകളുണ്ട്, ഈ മനുഷ്യന് ഇന്ന പോരായ്മകളുണ്ട്. ഇത് മറ്റൊരു മനുഷ്യനോട് പോയി പറയുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നു. അവര് മഹ്ശറിൽ, അവര് നരകത്തിലുള്ളത് എങ്ങനെയാണ്? വായയിൽ നിന്ന് ജലം ഒലിച്ചുകൊണ്ടാണ്, വായയിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടാണ്. അടുത്തൊരു വിഭാഗത്തെ പറയുകയാണ്, സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ എടുത്തുകൊണ്ട് ഭക്ഷിക്കുകയാണ്. സ്വന്തം ശരീരത്തെ കടിച്ചു കീറിക്കൊണ്ട് തിന്നുകയാണ്, കൈകാലുകളെ കടിച്ചു കീറി തിന്നുകയാണ്. എവിടുന്നാണോ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അതെല്ലാം അവരിങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോടും ചോദിക്കുന്നു, മാകാന അമലുക, ഇത്ര വലിയ ശിക്ഷ കിട്ടാൻ നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണ് മനുഷ്യരെ? അവരും മറുപടി പറയുകയാണ്, കുന്തു ആകിലു ലുഹൂമൻ നാസ്, ഞങ്ങളെ ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചവരാണ്, ഞങ്ങളെ ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചവരാണ്. വഅംശി ബൈനഹും ബിന്നമീമതി, എന്നിട്ട് ജനങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. ഞങ്ങളതിൽ വലിയ ആനന്ദം കണ്ടെത്തിപ്പോയി. അങ്ങനെ ജീവിച്ചവരാണ്. ആ ഞങ്ങൾ ദുനിയാവിൽ വെച്ച് ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ മാംസത്തെ തന്നെ ഭക്ഷിച്ചു പോവുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, ഈ പറയുന്ന ഗണത്തിൽ നമ്മളുണ്ടോ? ഒന്ന് ഹൃദയത്തിലേക്കൊന്ന് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിച്ച്, മറ്റൊരാളുടെ കുറ്റങ്ങൾ മറ്റൊരാളോട് പോയി പറയുന്നു, എന്നിട്ട് നമ്മൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. അയൽപക്കത്തെ വീട്ടിലെ വിഷയങ്ങൾ ഇപ്പുറത്തെ വീട്ടിൽ ഒന്നുകൊണ്ട് പറയുന്നു, അതിൽ ആനന്ദം കണ്ടെത്തുന്നു. മനുഷ്യരെ ജഡ്ജ് ചെയ്യുകയാണ്, നാട്ടിലുള്ള പ്രമാണിമാരെ ജഡ്ജ് ചെയ്യുകയാണ്, പണ്ഡിതന്മാരെ ജഡ്ജ് ചെയ്യുകയാണ്, സാമൂഹിക പ്രവർത്തകരെ ജഡ്ജ് ചെയ്യുകയാണ്. എന്നിട്ട് അവരെ കുറിച്ച് ഇല്ലാ കഥകളായിക്കോട്ടെ, ഉള്ള കഥകളായിക്കോട്ടെ, അതൊരു മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യനോട് പറഞ്ഞുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്നു. മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞതെന്താണ്? ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുകയാണ്. നല്ല രൂപത്തിൽ ഒരു മനുഷ്യൻ നടക്കുന്നത് കണ്ടാൽ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയുകയാണ്, അവൻ ഇന്ന് ഇങ്ങനെ ആയിരിക്കാം, എന്നാൽ ഇന്നലെ അവന്റെ സ്വഭാവം ഇതായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമധ്യത്തിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യനെ നിസാരപ്പെടുത്തുന്നു. അങ്ങനെ നിസാരപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യന്റെ മാംസം തിന്ന് നടന്നവനാണോ ഈ പറയുന്ന ശിക്ഷയ്ക്ക് നമ്മൾ നാളെ അർഹരായി തീരും. അതുകൊണ്ട് നല്ല വിചിന്തനം അനിവാര്യമാണ്. നാവുകളെ ഒന്ന് നിയന്ത്രിച്ചേ, കൽബുകളെ ഒന്ന് നിയന്ത്രിച്ചേ, എന്നിട്ട് നന്മയിലേക്ക് നല്ലൊരു യാത്ര പോയിക്കേ. വെറുതേണ്ടാത്ത ചിന്തയും വേണ്ട. നമ്മുടെ നാവ് കൊണ്ട് ഒരാളുടെ ഗീബത്തും വേണ്ട, നമ്മുടെ നാവ് കൊണ്ട് ഒരാളുടെ നമീമത്തും വേണ്ട. മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞല്ലോ, എങ്ങനെയാണ് നീ മറ്റൊരു മനുഷ്യന്റെ ന്യൂനതകളെ കുറിച്ച് നീ സംസാരിക്കുന്നത്? നിന്റെ റബ്ബിന്റെ മുന്നിൽ നിനക്ക് എത്ര ന്യൂനതകളുണ്ട്? നിന്റെ റബ്ബിന്റെ മുന്നിൽ നിന്റെ കിതാബ് എടുത്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ എത്രമാത്രം ന്യൂനതകൾ പറയാനുണ്ട്. അതുകൊണ്ട് അത്രയും ന്യൂനതകളുള്ള മനുഷ്യ,
നിന്റെ ന്യൂനതകളെ നീ പരിഹരിക്കുന്നതിന് മുമ്പ് മറ്റൊരാളുടെ ന്യൂനതകളെ നീ പരിഹരിക്കാൻ പോണ്ട. അല്ലാഹുവേ, ഞങ്ങളുടെ നാവിനെ നന്നാക്കി, കൽബിനെ നന്നാക്കി, കൽബിനെ സീനത്താക്കി, നാവിനെ ദിക്റ് കൊണ്ട് മനോഹരമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മറ്റൊരാളുടെ മാംസം ഭക്ഷിക്കുന്നതിനെ തൊട്ട്, മറ്റൊരാളുടെ ഗീബത്ത് പറയുന്നതിനെ തൊട്ട്, അറിയാതെ പോലും ഞങ്ങളുടെ നാവിന്റെ തുമ്പിലേക്ക് മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ നാവിന്റെ തുമ്പിലേക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ ശപിക്കപ്പെട്ട ആ വിഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല് നൽകണം അല്ലാഹ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, ഇലക്ഷനൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആഖിറത്തെ നഷ്ടപ്പെടുത്തേണ്ട. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. ഞാൻ തന്നെ ഇന്നലെ വീട്ടിലിരുന്ന് ഈ ന്യൂസ് എന്റെ ഉമ്മന്റെയും എന്റെ വെല്ലുമ്മന്റെയും വെല്ലുപ്പന്റെയും മുന്നിൽ നിന്ന് ന്യൂസ് ഇട്ട സമയത്ത് പെട്ടെന്ന് ഓഫാക്കി പോയി. കാരണം ഇവർക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വാർത്തകളാണ് വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാളുടെ അഭിമാനത്തങ്ങേറ്റം വ്രണപ്പെടുത്തിക്കൂടാ. എന്ത് പേരിലാണെങ്കിലും ഒരാളുടെ അഭിമാനത്തങ്ങേറ്റം വ്രണപ്പെടുത്തിക്കൂടാ. ഏതെങ്കിലും വിഷയത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, പരാതികളുണ്ടെങ്കിൽ നിയമം വഴി മുന്നോട്ട് പോവുക. എന്നിട്ട് കോടതി മുഖാന്തരം അത് തീർക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ട വക്കിലേക്ക് എത്തുന്ന രൂപത്തിൽ ഒരു വ്യക്തിഹത്യ നടത്തുന്നതും ഒരു മാധ്യമ സംസ്കാരത്തിനും ചേർന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മുടെ ജോലി നമ്മുടെ സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ബുദ്ധിയെ നന്നായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത്തരം വിവാദങ്ങളിൽ ചെന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ സമയത്തെ ഇല്ലാതാക്കേണ്ടവരല്ല വിശ്വാസികൾ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.